ഇപ്പൊ ഫാൻസുകാരെല്ലാം പറയുന്നത് സ്ഥിരം കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതെന്താ ഇതിന്റെ രഹസ്യം? ഇടയ്ക്ക് ഫുള്ള് ഗ്ലാസ്സിലായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏത് പെരുന്നാളാണ്? അടിച്ചു പൊളിക്കുന്നത് ഈ പെരുന്നാൾ ഡയറക്റ്റ് ഒരു എൻട്രി, മറ്റേത് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. എനിക്കും എന്റെ ഇത്താമാരും എന്നൊക്കെ പറയുന്നത് മൈലാഞ്ചി ഇട്ടിട്ട് തന്നെ കുറെ നാളായി. ഇവിടെ കരുനാഗപ്പള്ളി വെച്ചാണേലും ഒരുത്ത ഓടി വന്ന് കെട്ടിപിടിച്ചിട്ട് ഓളെ എനിക്ക് ഒത്തിരി ഇഷ്ടം. പണ്ടൊക്കെ ഞാൻ എന്റെ ഏതേലും ഒരു കോലത്തിൽ അങ്ങ് പോവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോണം. നമ്മളെല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. നമ്മുടെ പെരുന്നാൾ സന്തോഷം തന്നെയല്ലേ. എല്ലാ ആൾക്കാരും, എല്ലാ സഹോദരങ്ങളും, എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാം ഒരുമിച്ചിരിക്കുക എന്നുള്ള വലിയ സന്തോഷം. വലിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് ഏറ്റവും ഇഷ്ടം? ചെറിയ പെരുന്നാൾ ഇഷ്ടം, കുറെ നോമ്പുണ്ടായോണ്ട്. വലിയ പെരുന്നാള് ഇഷ്ടം, നോമ്പില്ലാത്തോണ്ട്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് എന്നോടുള്ളത് ഹന ഫാത്തിമാണ്. അല്ലേ ഹന? സുഖമാണോ? അപ്പം പെരുന്നാളല്ലേ, വലിയ പെരുന്നാൾ. എന്താ വലിയ പെരുന്നാൾ സന്തോഷം? ഉടുപ്പൊക്കെ എടുത്താ? ഉടുപ്പ് എടുത്തില്ല. കാരണം എന്ന് വെച്ചാല് ഷൂട്ടിന് വേണ്ടി ഇങ്ങനെ ഡ്രസ് എടുക്കുന്നോണ്ട്. ശരി. ഇപ്പൊ ഹന ആദ്യമേ വന്നപ്പോഴേ എന്റെ മനസ്സിൽ ഹന ആദ്യം കണ്ടത് ഏകദേശം 6 വയസ്സുള്ളപ്പോഴേ. ഓർമ്മയുണ്ട? ഒരു 6 വയസ്സുകാരി ഒരു വേദിയിൽ, ഒരു കരുനാഗപ്പള്ളി ഒരു വേദിയിൽ ഇങ്ങനെ പാടുന്നു. ആൾക്കാരെല്ലാം ഞങ്ങളെല്ലാം വണ്ടടിച്ച് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുന്നു. ഹനയുടെ പാട്ട് വലിയ സന്തോഷം. വാപ്പിയുടെ കൂടെ അല്ലേ ആ സ്റ്റേജിൽ മോളിങ്ങനെ പാട്ട് പാടുന്നു. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. ഇപ്പൊ ഞാൻ മൂസാക്ക, അപ്പൊ ഞാനും ഷെഫിയും ഞങ്ങളുടെ അയ്യോ കുഞ്ഞിലെ ഇത്ര നല്ലപോലെ പാടുന്നല്ല. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ഇതാണ്. ഇപ്പൊ ആ 6 വയസ്സുള്ള കുഞ്ഞു മോള് ഇപ്പൊ എത്ര മോള് പഠിക്കുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഓക്കെ. അപ്പം ആ ഇങ്ങനെ പഴയ കാലം ഓർമ്മ ഉണ്ടോ? ഓർക്കും ഇങ്ങനെ വീഡിയോ കാണും പഴയ സംഭവമൊക്കെ എടുത്ത്? പഴയത് ചിലത് കാണും, ചിലത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. എന്തോ ക്രിഞ്ചായിട്ട് തോന്നുന്നു? എന്തോ ക്രിഞ്ചായിട്ട് എന്ന് വെച്ചാല് ഇങ്ങനെ അറിയാലോ അന്നത്തെ എക്സ്പ്രഷൻസ്. ഇപ്പോഴും അതിന് മാറ്റം ഉണ്ടെന്നല്ല, എന്നാലും അത് കാണുമ്പോ ഒരു. ശരി. അപ്പൊ ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്തോ? പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഞങ്ങൾക്കൊക്കെ പ്രായം കൂടി വരുന്നോണ്ട് എൻ്റെ കസിൻസൊക്കെ, ഞാനും ഒരിടത്ത്, എന്നിട്ട് എൻ്റെ കസിൻസും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ അവരൊക്കെ ഇനി നാളെ വരും. അപ്പം കാണാൻ പറ്റുന്ന എൻ്റെ ഫേവറേറ്റ്സ് അവരൊക്കെ. അപ്പം അവരെ കാണാൻ പറ്റും. ഓക്കെ. ബിരിയാണി ഒക്കെ കഴിക്കാൻ പറ്റുന്നു. ബിരിയാണി എന്നും കഴിക്കുന്ന അപ്പുറത്തേക്ക് പെരുന്നാൾ ദിവസം ഒരു സന്തോഷമല്ലേ? ഇല്ലേ? ഒരു പെരുന്നാൾ ദിവസത്തിന് അന്നത്തെ അന്തരീക്ഷത്തിന് മൊത്തത്തിൽ പ്രത്യേകത ഉണ്ടായിരിക്കും. തക്ബീർ വിളിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഇല്ലേ? ഒരു പാട്ട് പാടിയിട്ട് ബാക്കി പറഞ്ഞാലോ? പാട്ട് പാടിക്കോ. ഓക്കെ. ഇഷ്ടമുള്ള പാട്ട് പാടും. മാപ്പിളപ്പാട്ട് പാടണം. ആ മാപ്പിളപ്പാട്ട് പാടിക്കോ. പെരുന്നാളല്ലേ? ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദരത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അടിപൊളിയായിട്ടാ, സൂപ്പറായി. താങ്ക് യു. അപ്പം ഈ മോളുടെ ഈ പാട്ടുകൾ ഇപ്പം ഈ ഫേസ്ബുക്കും ഈ ഇൻസ്റ്റ പേജൊക്കെ ഇല്ലേ, അതിനകത്ത് നിങ്ങൾ 3-4 പേര് പിള്ളേരെ ഫ്രണ്ട്സൊക്കെ എന്നിട്ട് ചെയ്യത്തില്ലേ? ഈ എല്ലാത്തിനകത്തും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവല്ലോ. നെഗറ്റീവ് കമന്റ് ഒക്കെ വായിക്കുക? നെഗറ്റീവും ചിലതൊക്കെ വായിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ പോരായ്മകൾ എന്താണെന്നറിയാനും ഒക്കെ. ചിലതൊക്കെ അവരെ കാര്യം അറിയാതെയും ജഡ്ജ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ. അങ്ങനെയുള്ളത് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ എനിക്ക് ഒന്നും പറയാനില്ല എന്നാ പറയാനുള്ളത്? അല്ല, പറയാൻ അത് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. അവരെല്ലാവരും നെഗറ്റീവായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അവരുടെ ഒരു എനർജിയാണ് അവരെ തിരിച്ച് കാണിക്കുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഈ വേദികളിലെ ഓരോ വേദികളിൽ പോകുന്ന ഓരോ സ്റ്റേജ് പ്രോഗ്രാമുകൾ, പിന്നെ ഇതേപോലെ റിയാലിറ്റി ഷോ, ഇതിനൊക്കെ വാപ്പ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുവന്നില്ലേ? അപ്പയുടെ സമയം എല്ലാം മാറ്റി വെച്ചിട്ടല്ലേ കൊണ്ടുവന്നത്? അപ്പയെടുത്ത് ഒരിക്കലെങ്കിലും തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? അപ്പ എല്ലാ സമയം മാറ്റി വെച്ച് എനിക്ക് എന്നോടൊപ്പം നിൽക്കുകയാണല്ലോ, കുഴപ്പമില്ല, ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ എന്ന് വെച്ചാല് നമ്മൾ എറണാകുളത്ത് പോകുമ്പോ ഈ ഗ്രൂമിങ് ഡേയ്സില് എനിക്ക് അവരുടെ ആവശ്യം എന്ന് വെച്ചാല് വാപ്പി അവിടെ ഇരിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമവും മടുപ്പും ഒക്കെ ഫീൽ ചെയ്യും. കാരണം വാപ്പിക്ക് വീട്ടിലാണേലും വാപ്പിയുടെ കാര്യങ്ങൾ ചെയ്യാം, ജോലിക്ക് പോവാം. പക്ഷെ വാപ്പിക്ക് അവിടെ ഇരുന്ന് വാപ്പി വർക്ക് ചെയ്യുമ്പോഴാണേലും വാപ്പി കൂടുതൽ കിടക്കുമ്പോഴൊക്കെ എനിക്ക് വാപ്പി വീട്ടിൽ പോയി കിടന്നുവിടായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയും, അല്ല പറഞ്ഞിട്ടുണ്ട്. ഗ്രൂമിങ് ഡേയ്സ് എന്ന് പറയുമ്പോ അത് എനിക്ക് തന്നെ, ഞാൻ താഴേക്ക് പോകുന്നു മേലോട്ട് പോകുന്നു, അതേ ഉള്ളു എന്റെ പണി. പ്രത്യേകിച്ച് എനിക്ക് ആരുടെ ആവശ്യം വരുന്നില്ല ഷൂട്ടിന്. പക്ഷെ എനിക്ക് വേണം, കാരണം എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം, എന്റെ പേരൻസ് തന്നെ വേണം. അപ്പം അപ്പോഴും വന്നു ഗ്രൂമിങ് ഡേയ്സിന്റെ ആവശ്യം ഇതിനകത്തോടെ തന്നെ പറയില്ലേ പക്ഷെ അവരുള്ളപ്പോ ഒരു സപ്പോർട്ടാണ്. പിന്നെ എന്നെ അങ്ങനെ വിടത്തില്ല, കാരണം അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മെച്ചോർഡ് അല്ല എന്നാണ് വിചാരിച്ചത്. സത്യമാണോ? മെച്ചോർഡാണോ? എത്ര മെച്ചോർഡ് ആണെങ്കിലും, അതെ, എത്ര മെച്ചോർഡ് ആണെങ്കിലും ഇപ്പം നമ്മളത്ര മകൻ വളർന്നാലും നമുക്കെപ്പോഴും ആ ഒരു കുഞ്ഞുങ്ങളായിരിക്കണമല്ലോ. അപ്പൊ അവര് കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ തോന്നുന്നോണ്ട് തന്നെ നമുക്ക് സന്തോഷം. അപ്പി ഉമ്മി കൊണ്ട് നമ്മൾ കുഞ്ഞാണ് എന്നൊരു ഇല്ലേ, ആ ഒരു ഫീല് വരത്തില്ലേ? അതൊരു സന്തോഷല്ലേ? ഈ കൂട്ടുകാരൊക്കെ എന്താ പറയല്ല? കൂട്ടുകാർക്ക് പെരുന്നാളിന്റെ ആഘോഷിക്കാൻ നിൽക്കുന്ന കൂട്ടുകാര് എല്ലാവർക്കും ഈദ് മുബാറക്. അതേ ഉള്ളു, ഒറ്റ വാക്കിൽ എല്ലാവർക്കും ഈദ് മുബാറക്. വേറൊന്നുമില്ല? അങ്ങനല്ല, എനിക്കങ്ങനെ അല്ല. മോളുടെ ഈ ഫോളോവേഴ്സ് ഇല്ലേ, ഇൻസ്റ്റ FB ഫോളോവേഴ്സ്, അവരൊക്കെ സ്ഥിരമായിട്ട് മോളുടെ വീഡിയോ കാണാനും മോളെന്തോ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. ഹനയുടെ വീഡിയോ ഒന്നും ഇപ്പൊ ഇത് തന്നെ, ഇപ്പൊ പെരുന്നാൾ വീഡിയോ, ഹനയുടെ ഒരു പെരുന്നാൾ എപ്പിസോഡാണ് വരുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈദ് വീഡിയോ ആയിട്ട് വരുന്ന നമ്മുടെ ഫോളോവേഴ്സിന്റെ അടുത്ത് എന്തോ പറയാനുണ്ട്? എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും ഷെയർ ചെയ്യുന്ന, എപ്പോഴും ലൈക്ക് ചെയ്യുന്നവരടുത്ത്? ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ഇപ്പൊ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിന് ഒത്തിരി നന്ദി, അല്ലാതെ ഭയങ്കര സന്തോഷമുണ്ട്. വേറൊന്നും എനിക്ക് പറയാനില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അങ്ങനെ തന്നെ എല്ലാ സപ്പോർട്ടും പിന്തുണയുണ്ടാവും അല്ലേ? നമ്മളെപ്പോഴും ഉയർച്ചയിൽ എപ്പോഴും താഴ്മ കാണിച്ചുകൊണ്ട് പോവുക. ഹന എപ്പോഴും ഭയങ്കര സിമ്പിൾ ആട്ടോ. ഹനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിലെ നമ്മൾ കാണുകയാണെങ്കിലും ഇപ്പൊ കാണുകയാണെങ്കിലും പപ്പയുടെ ഉമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞായിട്ടാ ഫീൽ ചെയ്യുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളെപ്പോഴും അതെ, അപ്പൊ മോളെ ഇപ്പൊ എപ്പോഴും കാണുമ്പോ അതേപോലെ തന്നെ ഒരു കുഞ്ഞായിട്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ എപ്പോഴും, ഇല്ലേ? അതല്ലേ ഹാപ്പി? അതാ ഇഷ്ടം, എപ്പോഴും കുഞ്ഞായിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇനി വേറെ പാട്ട് പാടിയാലോ? വേണ്ട, പാട്ട് ഇഷ്ടമില്ലാത്ത പാട്ട്. ഈ ഫോളോവേഴ്സ് ഒക്കെ പറഞ്ഞു ഇപ്പൊ ഫുള്ള് കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലേ? ഗ്ലാസ് ഇട്ടേ. ഇപ്പൊ ഫാൻസാരെല്ലാം പറയുന്നത് സ്ഥിരം കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതെന്താ ഇതിന്റെ രഹസ്യം? ഇടയ്ക്ക് ഫുള്ള് ഗ്ലാസ്സിലായിരുന്നു. ഊരിട്ട് പറ, ഇതിന്റെ രഹസ്യം പറ. ഇത് വെച്ച എന്താന്നറിയാവോ? എനിക്ക് അന്ന് ഭജഗോവിന്ദം എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ മറ്റേ പട്ടുപാവാടെ ഉടുപ്പിട്ടത് ട്രഡീഷണൽ ആയിരുന്നു. അപ്പം അതിന്റെ കൂടെ ഞാൻ ഇത് വെച്ചെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന് ചെങ്കണ്ണ് വന്നിട്ടാ. പക്ഷെ എല്ലാരും പറഞ്ഞ മോളെ ഈ കോസ്റ്റ്യൂം ഒട്ടും, മീൻസ് ഈ കണ്ണാടി വെച്ചത് ഒട്ടും ചേരുന്നില്ല. അത് എനിക്ക് പറയാം അത് ചേരുന്നില്ലാന്ന്. അപ്പൊ പക്ഷെ അവര് എനിക്ക് കണ്ണ് വയ്യാത്ത അന്ന് അറിഞ്ഞില്ല. ചിലര് പറഞ്ഞു അയ്യോ ഈ കുട്ടി പാടുന്ന കേട്ടിട്ട് ബ്ലൈൻഡ് ആണെന്ന് തോന്നുന്നതേ ഇല്ല, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് യൂസഫ് അലിക്ക് എത്തുന്ന രീതിയിൽ എല്ലാവരും ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ചെങ്കണ്ണ് വന്നിട്ടായിരുന്നു, അല്ലാതെ ഞാനത് എനിക്ക് ഫാഷന് ഞാൻ എന്റെ സ്റ്റൈലൊന്നും നോക്കിയിട്ട്. ഇതിനകത്തൊരു കട്ടിങ്സ് എടുത്തിട്ടാലേ ഇതിപ്പോ കത്തും. ഹന ഫാത്തിമ കാഴ്ചയില്ലാത്ത കുട്ടിയാന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വന്നതെന്ന് ആർക്കും ഇല്ല. അതുകൊണ്ടാ പിന്നെ കണ്ടിന്യൂ ചെയ്തു. ഇല്ല, എന്നിട്ട് അടുത്തതിന് ഒറ്റ കണ്ണിങ്ങനെ ഈ ചെങ്കണ്ണ് വന്ന കണ്ണില്ലേ അതിങ്ങനെ ചെറുതായിരിക്കുക. എന്നിട്ട് ഞാൻ സ്വർണ്ണമുഖിലെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടി. പക്ഷെ അത് കണ്ടവർക്ക് മനസ്സിലുണ്ട് കണ്ണ് രണ്ടായിട്ടായിരുന്നത്. ഒരു കണ്ണ് ചെറുത്, മറ്റേ കണ്ണു റെഡ്നെസ് ഉണ്ടായിരുന്നു. രണ്ട് കണ്ണിനും ആവുന്നൊരു സ്റ്റേജ് ആയിപ്പോയി. പക്ഷെ അതിന്റെ അടുത്തത് ഒരു നാടൻ പാട്ടായിരുന്നു. അപ്പൊ അതിന് ഡ്രസ്സും ഏകദേശം ഒരു നല്ല ഒരു കാശ്മീരി ഒരു വൈബായിരുന്നു. അപ്പം ഞാനിത് വെച്ചു, ഷെയ്ഡ്സ് വെച്ചു. അപ്പൊ അത് ആരും ശ്രദ്ധിക്കത്തില്ല, കാരണം അത് ഫോക്കല്ലായിരുന്നു. തീർച്ചയായിട്ടും ഈ എല്ലാ പാട്ടുകളും ഇപ്പൊ ഈ തുളസിക്കതിർ നുള്ളിയെടുത്തെന്ന് പറയുന്ന പാട്ട്, അതുപോലെ തന്നെ ഒരു തട്ട വിട്ട് ഒരു കുട്ടി സ്റ്റേജ് ചെയ്യുന്നിട്ട് വേറെ
നമ്മളെല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. നമ്മുടെ പെരുന്നാൾ സന്തോഷം അത് തന്നെയല്ലേ, എല്ലാ ആൾക്കാരും എല്ലാ സഹോദരങ്ങളും വൃത്തിപ്പെട്ടവരും അല്ലേ ഒരുമിച്ചിരിക്കുക എന്നുള്ള വലിയ സന്തോഷമാണ്. അപ്പം മോളിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടിട്ട് ഒരു ഡിവോഷണൽ ഒരു ഹിന്ദു ഭക്തി ഗാനം പാടുന്നത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അപ്പം അതിലുണ്ടായിരിക്കും വന്ന് ഈ ഇടയ്ക്കും ഞാൻ തുളസിക്കതിര് നമ്മുടെ അമൃത TV തന്നെ ഓംകാര ഭജൻസ് തുടങ്ങിയിരുന്നു. അപ്പോഴും ഞാൻ തുളസിക്കതിര് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പൊ അതിനകത്ത് വന്ന കമന്റ്സ് ഇപ്പം ഫൈസിക്ക പറഞ്ഞൊരു സംഭവമാണ്, തട്ടുവിട്ട് പാടുന്നത് കേൾക്കുമ്പോ തന്നെ സന്തോഷം. മോളെ ഇപ്പം സിനിമയിൽ അല്ലേ, സിനിമയിലൊക്കെ പാടി അതിൽ സന്തോഷമല്ലേ, സിനിമയിലൊക്കെ പാടി. ഇപ്പൊ ആ സിനിമയിൽ പാടിയ പാട്ടൊന്ന് പാടിയല്ലോ. ഓക്കെ, അതൊരു കണ്ണന്റെ പാട്ടായിരുന്നു. ഓക്കെ. നിന്നിൽ മുങ്ങിത്തോർന്നിടാം കണ്ണാ, നിന്റെ നാമം ജപിച്ചിടാം കണ്ണാ, നീലമേഘം പോലെ മനസ്സിൽ നീയേ, നിന്റെ ലീലകൾ തൻ തണലിൽ ഞാൻ മുങ്ങി തോർന്നിടാം കണ്ണാ, നിന്റെ നാമം ജപിച്ചിടാം കണ്ണാ. ഈ വേദിയിൽ ഈ സ്റ്റേജിൽ അമൃതയിലല്ലേ നമ്മുടെ പ്രോഗ്രാം, അപ്പം അമൃതയിൽ ഈ MG ചേട്ടനായാലും ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ. അവർ ആ സപ്പോർട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അവര് ശരിക്കും സൂപ്പറാ. അതായത് അമൃത TV മൊത്തം ശരിക്കും അങ്ങനത്തെ ഒരു വൈബ്. ഇപ്പം ജഡ്ജസ് ചിലർ വിചാരിക്കും ഇവര് സ്ക്രീനിന്റെ മുന്നിൽ അങ്ങനെ കാണിക്കായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. പിന്നെ ഷാനിക്കാണേലും മഞ്ജരി മാം ആണേലും MG സാർ ആണേലും ഇവരൊക്കെ അങ്ങനെ തന്നെ. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ സതീഷ് സാർ, പിന്നെ ബാക്കി സ്റ്റാഫ് എല്ലാവരും അടിപൊളിയാ, സൂപ്പർ. അത് എനിക്ക് എങ്ങനെ അത് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ നേരത്തെയും ചെറിയ ചെറിയ ചാനൽസിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ ഒക്കെ ഇവര് ഒരു മാതൃക എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ആൾക്കാര്. അവരങ്ങനെ ഒരു ഈഗോ വെച്ചിട്ടോ ഒരു അഹങ്കാര ഭാവം ഒന്നുമില്ല. ചില സമയത്ത് ഈ ടെൻഷൻ കാരണം അവർക്ക് നമ്മളെ മൈൻഡ് ചെയ്യാൻ പറ്റാതെ പോവും, പക്ഷെ അവര് അത് നമുക്ക് മനസ്സിലാവും അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലായോണ്ട്. തീർച്ചയായിട്ടും. അപ്പം പെരുന്നാളിനോട്ട് തിരിച്ചു വന്നാലേ, വലിയ പെരുന്നാളാണോ ചെറിയ പെരുന്നാളാണോ ഏറ്റവും ഇഷ്ടം? ചെറിയ പെരുന്നാൾ. എന്തുകൊണ്ട്? ചെറിയ പെരുന്നാളാ ഇഷ്ടം. ഇത് ശരിക്കും ഇത് ചെറിയ പെരുന്നാളല്ലേ? ഓക്കെ, വലിയ പെരുന്നാൾ എന്തുകൊണ്ടാ ഇഷ്ടം? ചെറിയ പെരുന്നാള് അത് പറ. ചെറിയ പെരുന്നാൾ ഇഷ്ടം കൊറേ നോമ്പുണ്ടായോണ്ട്. വലിയ പെരുന്നാള് ഇഷ്ടം നോമ്പില്ലാത്തോണ്ട്. നോമ്പില്ലാത്തോണ്ട് വലിയ പെരുന്നാൾ ഇഷ്ടമില്ല. രണ്ടും ഇഷ്ടം. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏത് പെരുന്നാളാ? അടിച്ചു പൊളിക്കുന്നത് ഈ പെരുന്നാൾ. അത് എന്താന്ന് വെച്ചാല് അത് ഡയറക്റ്റ് ഒരു എൻട്രി, മറ്റേത് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. അപ്പൊ ഈ പെരുന്നാളിനെടുക്ക ഒരുപാട് പേര് പെരുന്നാളിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മൈലാഞ്ചി ഇല്ലേ, മൈലാഞ്ചി ഒക്കെ ഇട്ട് തലേന്നത്തെ ഒരു വൈബ് ഉണ്ടല്ലോ ഇല്ലേ. പക്ഷെ നമ്മള് തലേന്നത്തെ എനിക്കും എന്റെ ഇത്താമാരും എന്നൊക്കെ പറയുന്നത് മൈലാഞ്ചി ഇട്ടത്തെ തന്നെ കൊറേ നാളായി. അങ്ങനെയൊന്നും എന്ന് വെച്ചാല് ചിലപ്പോ മൈലാഞ്ചി ഇല്ലാത്തോണ്ടായിരിക്കും, പക്ഷെ അതൊന്നും വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ടൈം കളയാറൊന്നും ഇല്ല. പക്ഷെ ഈ പ്രാവശ്യം ഇടണമെന്നുണ്ട്. ഒരു വൈബ് ആവുന്നുണ്ട് അല്ലേ, പെരുന്നാൾ വൈബ് ആവുന്നുണ്ട്. പെരുന്നാൾ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ പെരുന്നാളിന്റെ മൂകമാവുന്നുണ്ട്. ഞങ്ങൾ ഈ പെരുന്നാൾ ആണെന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ല, ഇറച്ചി കിട്ടുന്നിടത്ത് പോയി നോക്കും. ഇറച്ചിക്കടയില്ലേ, ഇറച്ചിക്കടയുടെ സൈഡിൽ കൂടെ പോകുമ്പോ അവിടെ ഇറച്ചി കിട്ടുമെന്ന് പറയാം, നാളെ പെരുന്നാളെ വെട്ടി തുടങ്ങി, ഇല്ലെങ്കിൽ പറയാൻ വെട്ടിയില്ല. അങ്ങനെ കൂടുതൽ ആൾക്കാർ. വാപ്പിയൊക്കെ രാത്രിയിലേക്കല്ലേ ഇതൊക്കെ മേടിച്ചോണ്ട് വരുന്നത്? വാപ്പി ഇല്ല, ഇന്ന് ഇപ്പം ഇതിന് മുന്നേ തന്നെ വാപ്പി വാങ്ങിച്ചോണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചു വെക്കും. എല്ലാം വാങ്ങിച്ചു വെക്കും. അപ്പൊ അനാടെ പണി എന്തോ നീ സഹായിക്കുകയൊക്കെ ചെയ്യോ? ഇന്ന് എന്റെ ഉമ്മയ്ക്ക് നോമ്പായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തുവാ ഉമ്മി ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഉമ്മി ഞാൻ തൂക്കാം. അപ്പൊ ഉമ്മി ഇങ്ങനെ തൂക്കാൻ പോയില്ല. ഉമ്മി എന്നോടൊന്നും പറയത്തില്ല ഇത് ചെയ്യും, പക്ഷെ എന്റെ ഉമ്മി കുറെ നേരം ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കും പറയും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം ജോലിയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു കുട്ടിയാണ് ഹാന. മുറ്റം ഫ്രണ്ടില്
എല്ലാം കഷ്ടം. അപ്പൊ ഈ കുട്ടി വീട്ടിൽ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം തൂത്ത് വരെ കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് നോമ്പ് പിടിച്ചോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ ഇന്ന് ഭയങ്കര തിരക്കാ, റോഡിലോട്ടൊന്നും തിരിയാൻ പറ്റാത്ത തരത്തിൽ തിരക്കാ അല്ലേ? അപ്പം ഈ തിരക്കും കരുനാഗപ്പള്ളിക്കാരുടെ സ്നേഹവും നാട്ടുകാരുടെ സ്നേഹവും ഒക്കെ എങ്ങനെയാ മോള് നോക്കി കാണുന്നത്? നാട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് വേണ്ടേ? അപ്പൊ എങ്ങനെയാ നാട്ടുകാരുടെ ഒരു? എല്ലാവർക്കും ഒന്നും തിരിച്ചറിയത്തൊന്നുമില്ല, പക്ഷെ അറിയാവുന്നവര് വന്നിട്ട് ഭയങ്കര സ്നേഹത്തെ സംസാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് വെച്ച് ഞാനങ്ങനെ ഫ്രണ്ട്സിനായിട്ട് പോവാ, ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞു, ഒരു ഹോട്ടലായിരുന്നേ. അപ്പത്തേനും ഒരു ഇത്ത വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ടേ, മോളെ ഞാൻ വിചാരിച്ചത് എന്റെ ബന്ധുവല്ലോ ആണോ, ഒരു ഇത്തായിരുന്നു. ഞാൻ പറഞ്ഞ് മോള് വെച്ച് പാടുന്ന കുട്ടിയല്ലേ? പറഞ്ഞു ആണ്. പറഞ്ഞു മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി വെച്ചാണേലും ഒരുത്ത ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, വീഡിയോസ് ഒക്കെ കാണാൻ. പിന്നെ എനിക്ക് ഇപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ ആൾക്കാരിങ്ങനെ എല്ലാവരും ഒന്നുമില്ല, പക്ഷെ രണ്ടാൾക്കാരെല്ലാം നമ്മളെ തിരിച്ചറിയുമ്പോ പിന്നെ ഭയങ്കര ചമ്മല എന്ന് വെച്ചാ എനിക്കിപ്പോ അല്ലല്ല ഇത് ശരിക്കും ഞാൻ ഇന്ന് എടുത്തതിന്റെ പർപ്പസ് എന്ന് വെച്ചാല് എന്റെ മുടി ഞാൻ ഇങ്ങനെ വെക്കാൻ വേണ്ടി ബാക്കിലേക്ക് വെക്കാൻ വേണ്ടി പോയൊന്നും ഇല്ല, ഇതേ ഉള്ളു. അങ്ങനെ എടുത്തയാ. അല്ല, ഈ തിരിച്ചറിയാന്ന് പറഞ്ഞാലേ വലിയ സന്തോഷമാണ്, നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇല്ലേ? നമ്മളെ ഇങ്ങനെ ഇതില് ടിവിയിലൂടെയും മൊബൈലിലൂടെയും കണ്ടോണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഫ്രണ്ട് വരുമ്പോ ഒന്ന് സ്റ്റക്ക് ആവത്തില്ലേ? അയ്യോ മറ്റേ ആളല്ലേ, മറ്റേ മോളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അത് കുറച്ച് ആവുമ്പോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ? ബുദ്ധിമുട്ടല്ല, ഇതേപോലെ ഒരു ചമ്മൽ, നാണക്കേട്. പിന്നെ പണ്ടൊക്കെ ഞാൻ എന്റെ ഏതേലും ഒരു കോലത്തിൽ അങ്ങ് പോവും, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോണം.